അപ്പോൾ വെൽക്കം ടു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹോം ടൂർ വീഡിയോ ആണ് ഗൈസ്. അപ്പം ആരും പറഞ്ഞിട്ടൊന്നുമല്ല ഗൈസ് ഞാൻ ഹോം ടൂർ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു ചെറിയൊരു കണ്ടൻറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്സ് മാത്രമേ ഇടുന്നുള്ളൂ ഗൈസ്. എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരീക്ഷയൊക്കെ അല്ലേ ഗൈസ്, അവധിക്കാലത്ത് നമുക്ക് പൊളിക്കാം ഗൈസ്. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നാളെ എനിക്ക് പരീക്ഷ 28 നാളെ എനിക്ക് പരീക്ഷയാണ് ഗൈസ്. എനിക്ക് നല്ല ടെൻഷനും ഉണ്ട്. എന്തായാലും നിങ്ങളോടും എനിക്ക് വീഡിയോ ഇടുകയും വേണം. അതുകൊണ്ടാണ് ഗൈസ് ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, സെറ്റ്. ഇതാണ് ഗൈസ് എൻ്റെ വീടിൻ്റെ കുറച്ച് ഗാർഡൻ ഏരിയ ആണ് ഗൈസ്. എലി വരുന്നതിനാണ് അത് ഇട്ടേക്കുന്നത് ഗൈസ്. എൻ്റെ ചപ്പൊക്കെ കിടപ്പുണ്ട് ഗൈസ്. ഞങ്ങളൊരു ദിവസം അമ്മ വീട്ടിൽ പോയതിൻ്റെ ഇതിൻ്റെയാണ് ഗൈസ്. കഴിഞ്ഞ ദിവസം എല്ലാം അമ്മ വീട്ടിലായിരുന്നു. അതിൻ്റെ ചപ്പാണ് ഇതെല്ലാം കിടക്കുന്നത്. തൂക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് തൂക്കാമെന്ന് പറഞ്ഞു. ഈ ഗൈസ് എനിക്ക് അത്രയ്ക്ക് മടിയുള്ള ഒരാളാണ്. ഇത് ഗാർഡൻ ഏരിയ ആണ്. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡനുണ്ട്. കാട് പിടിച്ച് കിടക്കുന്നു. അത്രയ്ക്കൊന്നും കാടില്ല, കാടില്ല. അമ്മ അതെല്ലാം സൂക്ഷിക്കും. നമ്മളൊരു ഊഞ്ഞാൽ കെട്ടാനുള്ള തന്ത്രപ്പാടിലാണ് ഞാൻ. നടന്നില്ല. ഇവിടെ ഗാർഡനാണ്. നമുക്ക് എൻ്റെ റൂം മാത്രം ഞാൻ കാണിക്കത്തില്ല ഗൈസ്. എന്താണെന്ന് പറഞ്ഞാൽ അതൊക്കെ പിന്നെ സീക്രട്ടാണ്. ഓക്കെ, ഞാൻ അവിടെ എൻ്റെ റോക്കിയുടെ കൂടെ ആയിരുന്നു. റോക്കി ഇപ്പം എന്നെ വിട്ട് പോയത് കൊണ്ട് നേരത്തെ യൂട്യൂബ് ചാനൽ കണ്ടറിയാം ഗൈസ് എൻ്റെ റോക്കീനെ. ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങോട്ടൊക്കെ പിന്നെ പോകാം ഗൈസ്. ഇതാണ് എൻ്റെ വീട്. ഒരു നില കേട്ടോ. കാറും ബൈക്ക് സ്കൂട്ടി എൻ്റെ ചേച്ചി കൊണ്ടുപോയിക്കാണ് കോളേജിൽ. ഓക്കെ, പിന്നെ 2 വീടുണ്ട് ഗൈസ്. ഇങ്ങനെയാണ് സ്ഥലം. കോട്ടയം പോട്ടെ, തിരുവല്ല കുന്നന്താനം സ്ഥലത്താണ്. അമ്പാടിപ്പടി ആണ് എൻ്റെ വീട്. നേരെ വീട്ടിലോട്ട് പോകാം. ഇതാണ് ഗൈസ് എൻ്റെ വീട്. ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ വീട്. ഞാൻ കയറി വരുമ്പം തന്നെ ഒരു എൻട്രി പാട്ടിടാനായിട്ട് ഞാൻ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ വല്ലതൊന്നും എനിക്കറിയത്തില്ല, കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ കയറി വരുന്നൊരു എൻട്രി എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്പേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പം സെറ്റൗട്ടൊന്നുമില്ല ഗൈസ്. ഇവിടെ പെയിൻറ്റ് അടിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ വലിയൊരു തിണ്ണയാണ് ഗൈസ്. നമ്മളൊരു തിണ്ണ കാണാൻ പറ്റും ഗൈസ്. നിങ്ങൾക്ക് കണ്ടോ ഗൈസ്? ഗൈസ് നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ ഒരു തിണ്ണ കാണാൻ പറ്റും. ഇവിടെ എല്ലാം അലങ്കോലമായി കിടക്കുകയാണ്. ഇതാണ് ഗൈസ് കയറുന്ന തിണ്ണ. അപ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട്. അതെൻ്റെ മുറിയിലേക്കുള്ള ഡോറാണ്. ഇതുവഴി കയറാൻ പറ്റും. ഓക്കെ, ഇതുവഴി ഞങ്ങൾക്ക് തുറക്കാറില്ല ഗൈസ്. പിന്നെ ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതാണ് വോൾഡ്. അതൊരു പടം വരച്ചല്ല, പക്ഷെ അത് ഉള്ളൊരു ഇതാണ് ഗൈസ് അവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു ടീപ്പുണ്ട്, 2 സെറ്റിയുണ്ട്. പിന്നെ ഗൈസ് മുമ്പ് വരെ അമ്മ അതിൽ കൊണ്ട് തുണി ഇട്ടിട്ടില്ല, എനിക്ക് ഇപ്പോൾ കൊണ്ടിട്ട് ഗൈസ് തുണി. ഓക്കെ, ഇതാണ് നമ്മൾ കയറി വരുന്ന വാതിൽ. മരം ഉള്ളതുകൊണ്ട് തണുപ്പാണ്, നല്ല തണുപ്പ് കിട്ടും കേട്ടോ, ചൂടെടുക്കത്തില്ല. തട്ടുമ്പുറമൊക്കെയുള്ള പണ്ടത്തെ വീട് പുതുക്കി പണിഞ്ഞാന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കൊന്നും പുതുക്കിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ഷെൽഫുണ്ട്, അത് കാണിക്കുന്നില്ല ഗൈസ് ഞാൻ. പിന്നെ ഇവിടെ ഞങ്ങളുടെ പ്രെയർ ഏരിയ, പ്രാർത്ഥിക്കുന്നതൊക്കെ സ്ഥലം. പിന്നെ ഇവിടെ ഒരു സെറ്റിയുണ്ട്. പിന്നെ ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് TV-യുടെ കാര്യങ്ങളും വൈഫൈ, ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ അച്ഛനൊക്കെയാണ്. പിന്നെ ഇവിടെ എൻ്റെ ഒരു ചെറിയൊരു ഡെക്കോറാണ് ഗൈസ്, ബൾബ് വെച്ച് ചെയ്തതാണ്. പിന്നെ ഒരു ലാൻഡ് ഫോൺ വർക്കാവുന്ന കേട്ടോ. അതെ, കേൾക്കാവോ ഗൈസ്? എനിക്കറിയത്തില്ല, എന്തായാലും വർക്കാവുന്ന. പിന്നെ ഞാൻ പാട്ടിട്ടിട്ടുണ്ട് ഗൈസ്, അതൊക്കെ സെറ്റാക്കണം. പിന്നെ ഇവിടെ കുറച്ച് ഡെക്കോറ് എനിക്ക് വെച്ചിട്ടുണ്ട്. എന്നെ കാറ് മേടിച്ചപ്പോൾ ഉള്ളൊരു ഫോട്ടോയാണ് ഗൈസ് ഇത്. എന്നെ കാണിച്ചു തരാം. ഞാനൊരു കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ള ടൈമായിരുന്നത്. കണ്ണാടിയൊന്നും ഇല്ല. ഇവിടെ ഒരു വിൻഡോ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഹാളിൻ്റെ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം. ഇങ്ങോട്ട് പോകും. നേരെ ഇങ്ങനെ പോകുമ്പോൾ ഇതൊരു ഒരു ഹാള്, നമ്മുടെ ഹാളല്ല, നമുക്ക് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ഏരിയ ആണ്, ഡൈനിങ് ഏരിയ. അപ്പം കണ്ട
ആണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത്. ആണോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ, ഇതാണ് ഗൈസ്. ക്ലാരിറ്റി ഇല്ല ഗൈസ്, കിട്ടണില്ല ഗൈസ്. ഓക്കെ, ഇതാണ് ഗൈസ്. അപ്പം ഇവിടെ അമ്മയുടെ മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ സ്റ്റിച്ചിങ് ആയതുകൊണ്ട് ആണ്, ടീച്ചറുമാണ്. ടീച്ചർ ഇല്ലാത്തപ്പം സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യും. ടീച്ചർ ഇല്ലാത്തപ്പം പിന്നെ ഇവിടെ ഒരു വലിയൊരു മിറർ ഉണ്ട്. എൻ്റെ മുഖം ഞാൻ കാണിക്കാം ഗൈസ്. കാണുമ്പോൾ ഗൈസ്, ഹായ് ഗൈസ്. ഇതില്ലാതെ കാണത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം. ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ നമുക്കിവിടെ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഓക്കെ, നമുക്കിവിടെ ഇങ്ങനെ കുറച്ച് ബാഗ്, അവിടെ ഒരു വിൻഡോ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഒരു ഡാൻസ് കളിച്ച വീഡിയോ ഉണ്ട് ഗൈസ്. ഇവിടെ 2 പേരെ. പിന്നെ ഇങ്ങനെയാണ് ഇവിടെ. അവിടെ തുണി കിടക്കാണ്, തയ്ക്കുന്ന ആയതുകൊണ്ട്. പിന്നെ ഇവിടെ അയ്യോ എൻ്റെ ബാഗല്ലേ ഗൈസ് ആ കിടക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് ഗൈസ്, ഓക്കെ. പിന്നെ ഞാൻ ഇവിടെ കണ്ടു ഗൈസ്, ഇവിടെ ഒരു മലമാരയൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ പോട്ടെ. പിന്നെ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതാണ് ഗൈസ് കിച്ചണിലേക്ക് നമ്മൾ കമോൺ ആകാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ കിച്ചണിൽ അങ്ങോട്ടും ഉണ്ട് 2ാം കിച്ചൺ. അല്ല 2ാം കിച്ചണല്ല, അത് ചെറിയൊരിത്. ഓക്കെ, അതൊരു ബാൽക്കണി പോലത്തെ ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 2 ഫ്രിഡ്ജാണ്. ഇങ്ങനെ റിച്ചാണ്. റിച്ചൊന്നും അല്ല ഗൈസ്, ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുന്നത് ഗൈസ്. എന്ന് പറഞ്ഞാൽ കട പോലെയാണ് ഗൈസ്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് നമ്മുടെ ഒറിജിനൽ തണുപ്പുള്ളത്. എല്ലാ സാധനവും കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. ഒറിജിനലാണ് ഗൈസ്. ഉണ്ടോ, ഇത് വർക്കാവത്തില്ല. ഇത് വർക്കാവുന്നതാണ്. ഇതിനെന്താ കേട് വന്നപ്പോൾ ഞങ്ങൾ ഇതിനകത്തോട്ട് ഇങ്ങോട്ട് തന്നെ മാറ്റി വെച്ചു. ഇതാണ് ഇങ്ങനെ കാണാമോ ഗൈസ്. ഓക്കെ, ഇത് വെച്ചു ഗൈസ്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. എനിക്ക് എത്തത്തില്ല ഗൈസ്. എൻ്റെ കൈ ഇത്രയും കാണും. ഇതൊക്കെ എടുത്ത് മാറ്റി. ഹായ് കാണിക്കാം ഗൈസ്. ഇപ്പം കാണാമല്ലേ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ഷെൽഫും കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽ ആക്കുന്നില്ല ഗൈസ്. കണ്ടോ, ഇവിടെ നമ്മൾ അടുപ്പ് കത്തിക്കുന്നതാണ്. പക്ഷേ ഇവിടെ കത്തിക്കാറില്ല. അങ്ങനെയൊന്നും കത്തിക്കാറില്ല. വെളിയിൽ മഴയാണെങ്കിൽ ഭയങ്കരമായിട്ട് മഴ, 1-2 ദിവസം മഴ പെയ്താലൊന്നും കത്തിക്കുന്നത്. അങ്ങനെ ഭയങ്കര മഴയൊക്കെ ആണെങ്കിൽ കഞ്ഞിയൊന്നും വെക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ഇത് ചെയ്യും. പിന്നെ ഇതാണ് കണ്ടോ, ഇവിടെ അരകല്ലിൻ്റെ കാര്യം. പിന്നെ വാഷ് ബേസിൻ. അമ്മ പാവയ്ക്കാക്കറിയൊക്കെ വെക്കാനാണ് അത് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ നേരെ ഇവിടുന്ന് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ചാർത്തിലേക്ക് വരും. ചാർത്തൊരു ഏരിയ. ലൈറ്റ് ഇടട്ടെ. ഓക്കെ, അയ്യോ ഓക്കെ സെറ്റ്. ഇവിടെയാണ് ഗൈസ് ലൈറ്റ് ഉണ്ടായ ഇട്ടിയിലും കാണത്തില്ല ഗൈസ്. അത് പറയാൻ കൊണ്ട് നിർത്തിയേക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ ഇവിടുത്തെ ഏരിയ. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന നാരങ്ങയാണ് ഗൈസ്. വീട്ടിലുണ്ടാകുന്ന ഒച്ചാറ് നാരങ്ങ, കരുനാരങ്ങ. ഇത് നമ്മുടെ മറ്റൊരു നാരങ്ങയില്ലേ, തിന്നുന്ന നാരങ്ങ, അത് സാധനം. പിന്നെ ഇവിടെ കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ അരി വെച്ചേക്കുവാണ് ഗൈസ്. പിന്നെ ഇതൊക്കെയാണ് ഗൈസ്. അവിടെ വാഷ് മെഷീൻ ഉണ്ട് ഗൈസ്. ഇവിടെ സാധാ വാഷ് മെഷീനാണ് ഗൈസ്. നമ്മുടെ ഒക്കെ എല്ലാം ബുക്കാത്ത ഇതുള്ള വാഷ് മെഷീനാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് കൈ കഴുകുന്ന വാഷ് ബേസിനുണ്ട് ഗൈസ്. പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ നെറ്റാണ് ഗൈസ്. പിന്നെ ഈ ചക്ക വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ഗ്യാസ് കുറ്റി നമുക്ക് ഗൈസ്. ഇവിടെയൊക്കെയാണ് ഗ്യാസ് കുറ്റി. പിന്നെ ഇത് നമ്മുടെ ബാത്റൂമായിട്ട് അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. കാണിക്കാം, ഞാൻ ഇതിൻ്റെ ഓട്ടയിൽ കൂടി കാണിക്കാം ഗൈസ്. ഇതാണ് ഗൈസ് ബാത്റൂം. ഇതൊക്കെ പോട്ടെ. പിന്നെ നമ്മൾ വെളിയിലോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു കഥ, പണ്ടത്തെ കഥകളാണ് ഗൈസ്. തരിക്കത് കണ്ടോ, ഇങ്ങനെയാണ് ഗൈസ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഗൈസ്. ഇവിടെയാണ് ഗൈസ് ഞങ്ങൾ അടുപ്പ് കത്തിക്കുന്നത്. പിന്നെ ഉണ്ടോ, അവിടെ കൈതത്തോട്ടമാണ് ഗൈസ്. കൈതത്തോട്ടം. പിന്നെ ഇവിടെ അലക്കല്ലുണ്ട് ഗൈസ്. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. കണ്ട ഞാൻ ഇന്നലെ അടുക്കി കൊടുത്തതാണ് ഗൈസ്. ഇവിടെ എല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെ കുറച്ച് ചെടിയുണ്ട്. ഇങ്ങനെയാണ് ഗൈസ്. ഞാൻ അതുവഴി വന്ന് കാണിക്കാം ഗൈസ്. ഇവിടേക്ക് ഇങ്ങനെയാണ് ഗൈസ്. പിന്നെ നമുക്ക് തിരിച്ച് പോകാം. ബാക്കി സ്ഥലങ്ങൾ കണ്ടിട്ട് നമുക്ക് വെളിയിലോട്ടൊക്കെ പോകാം. നമ്മൾ ഇനി വീണ്ടും നമ്മുടെ സ്ഥലത്തെത്തി ഗൈസ്. ഓക്കെ, പിന്നെ നമുക്ക് നേരെ തിരിച്ചു പോകാം ഗൈസ്.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ തെണ്ണയൊക്കെ നമ്മൾ കണ്ടില്ല ഗൈസ് തെണ്ണയൊക്കെ. ഒരു മിനിറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം കണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്ക് നമുക്ക് പോയി. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ റൂമാണ് ഗൈസ്. ഓ എൻ്റെ ദൈവമേ. നമുക്ക് നേരെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്ക് പോകാം. അല്ല പനിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉറുമ്പ് വന്നു ഗൈസ്. ഉറുമ്പ് വന്നിട്ട് ഇത് കണ്ടു ഗൈസ്. നമ്മളെ ജനലിലെല്ലാം ഇങ്ങനെ കൂട് കൂട്ടാണ്. അപ്പം ഞാൻ തൂത്തപ്പം ഇത് കണ്ടു. അപ്പം ഞാൻ തൂത്തപ്പം കണ്ടു. അപ്പം ഞാൻ അവിടെ എല്ലാം ഇങ്ങനെ പൊടി ഇട്ട് ഗൈസ്, ഇങ്ങനെ ഉറുമ്പ് പൊടി ഇട്ടു കണ്ടോ. അപ്പം ഞാൻ അവിടെ എല്ലാം ഇട്ടേൻ്റെയാണ് കേട്ടോ, അത് അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ല. ഓ ഞാൻ ഗൈസ് ഇതൊക്കെ എൻ്റെ ഒരു പണ്ടത്തെ ഇതാണ് ഗൈസ്. പിന്നെ ഞങ്ങളുടെ മഴ വരുമ്പം ഇങ്ങനെ ഊർന്നിറങ്ങും ഗൈസ് വെള്ളം. ഇവിടെ മണ്ടയ്ക്ക് കരിയിൽ കിടന്നിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം കണ്ടോ അങ്ങനെ വന്നെയാണ് വെള്ളമൊക്കെ മഴ സമയത്ത് ഇങ്ങനെ വരും. അതാണ് ഇത് അങ്ങനെ വന്ന് ഇവിടേക്ക് പൊട്ടിപ്പോ കണ്ടോ. കണ്ടോ ഇളകി പോകുന്നുണ്ടോ? ഞാൻ ഇളകി പോവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഇതാണ് അവിടെ ഇത്. പിന്നെ ഇങ്ങോട്ട് വരും ഇത് കണ്ടു ഗൈസ്. ഇവിടെ ഞങ്ങളങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ മറ്റൊരു കടന്തലോ എന്താണ്ട് വന്ന് കൂട് കൂട്ടി കാണും ഗൈസ്. ഓ ഷിറ്റ്. ഓക്കെ, പിന്നെ അതിന് വേണ്ടി ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുത്തി വെക്കുന്നത് ഗൈസ്. പിന്നെ ഗൈസ് ഇങ്ങനെയാണ് ഗൈസ്. ഇവിടെ ഒരു ബെഡുണ്ട് ഗൈസ്. ബെഡ് ഞാൻ പെട്ടെന്ന് കാണിക്കാം ഗൈസ്. വിരിച്ചിട്ടാണ് ഗൈസ്. ഞാൻ തന്നെയാണ് നല്ലപോലെയൊക്കെ വിരിച്ചിട്ടത്. ഞാൻ ലാസ്റ്റ് കിടന്നാണ് എണീറ്റത്. ഞാൻ എണീറ്റപ്പോൾ തന്നെ ഒരു 10 മണിയൊക്കെ ആയി ഗൈസ്. ഇപ്പം സമയം 11:52 ഗൈസ്. ഓക്കെ, ഞാൻ എണീറ്റപ്പോൾ 9:30 സമയമായി. സ്കൂളിൽ പോകുമ്പോൾ ഞാൻ 7 മണിക്ക് എണീക്കുന്ന ആളാണ് ഗൈസ്. ഓക്കെ, അവിടെ ഒരു വിൻഡോ ഉണ്ട് ഗൈസ്. ഇങ്ങനെയാണ് വലിയൊരു മുറിയാണ് ഗൈസ്. പക്ഷേ കട്ടിൽ കിടന്നുകൊണ്ട് ചെറിയൊരു നടപ്പാതയാണ് ഗൈസ്. ഓക്കെ, നമ്മളിങ്ങനെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ വീട് ഗൈസ്. എൻ്റെ വീട് ഇങ്ങനെയാണ് ഗൈസ്. അവിടെ മതിലിന് വരെ അങ്ങനെയൊക്കെയാണ് കെട്ടിയേക്കുന്നത്. ഞങ്ങൾ അത് അമ്പിളിയാൻ്റിയുടെ പറമ്പാണ് ഗൈസ്. ഓക്കെ കണ്ട് ഗൈസ്. അപ്പുറത്ത് ഇങ്ങോട്ട് അത് അപ്പുറത്തെ പറമ്പാണ്. അവിടെയാണ് ഞങ്ങൾ കാർ ഷെഡ് ഞാൻ കാണിക്കാം ഗൈസ്. കാണാമോ ഗൈസ് കാർ ഷെഡ്? അയ്യോ ഗൈസ് കാർ ഷെഡ് കാണത്തില്ല ഗൈസ്. നിങ്ങൾ അവിടെ ഒരു കട്ടില്ല ഗൈസ്. അവിടെയാണ് ഗൈസ് ഞങ്ങളുടെ കാർ ഷെഡ്. ഞാൻ ആദ്യം വന്നപ്പോൾ കാണിച്ചാണ് അവിടെ ആ ഒരു ഭിത്തി കണ്ടില്ല. ഭിത്തിയുടെ അപ്പുറത്താണ് കാർ ഷെഡ് വരുന്നത് ഉണ്ടോ. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അത് അടുക്കള വശത്തോട്ട് പോകുമ്പോൾ ഞാൻ കാണിക്കാം. കുറച്ച് കാണിക്കാൻ പറ്റുന്നുണ്ട്. വെളിയിൽ ഇറങ്ങാതാണ് ഞാൻ കാണിക്കുന്നത് ഗൈസ്. ഇങ്ങനെ കൈ നീട്ടി വെച്ചിട്ടാണ് ഞാൻ ഗൈസ് എടുക്കുന്നത്. ഞാൻ മൊബൈലിലാണ് ഗൈസ് എടുക്കുന്നത്. എന്ത് കഷ്ടപ്പാടാണെന്ന് ആലോചിക്കുക ഗൈസ്. അതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം ഗൈസ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ 2 ഷെൽഫുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു ഡോറുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ ഇറങ്ങി പോകുമ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഗൈസ് നിങ്ങൾ കണ്ടില്ല ഗൈസ്. ഇനി നമുക്ക് എൻ്റെ റൂമിലേക്ക് നമുക്ക് പോകാം ഗൈസ്. അപ്പം എൻ്റെ റൂം ഇതിലും നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. പക്ഷേ നമുക്ക് കണ്ടറിയാം ഗൈസ്. അപ്പം എൻ്റെ റൂമിൽ ഞാൻ കാണിക്കുന്നു ഗൈസ്. എൻ്റെ സ്വന്തം റൂം മാത്രമേ ഞാൻ കാണിക്കുന്നു ഗൈസ്. ഓക്കെ, കൊള്ളാം. എൻ്റെ വീട് ഇതൊക്കെയാണ് ഗൈസ്. എനിക്കിതൊരു സ്വർഗ്ഗമാണ് കേട്ടോ. ഗായ്സ്, അപ്പം ഇതാണ് ഗായ്സ് എൻ്റെ ചേച്ചിയുടെ റൂമാണ് ഗായ്സ് ഇതെന്ന് പറഞ്ഞാൽ. ഗായ്സ് ഇങ്ങനെ ഇവിടെ നമ്മുടെ പണ്ടത്തെ ഡോറാണ് ഗായ്സ് ഇങ്ങനെ വരുന്നത്. അതിനകത്ത് പിന്നെ ഇവിടെ ഒരു ഞാൻ എപ്പോഴും വരുന്നത് ഇവിടെ ഗായ്സ്. ഇവിടെ ഗായ്സ് കണ്ടോ. കൊള്ളാമില്ലെന്ന് ഭര ഗൈസ്. എനിക്ക് അത്ര ഭരമാണ് ഗൈസ്. ഫ്രണ്ട് ക്യാമറ ഞാൻ കാണിക്കാത്തത് ഇതുകൊണ്ടാണ് ഗൈസ്. എനിക്ക് തന്നെ പനിയായതുകൊണ്ട് എൻ്റെ മുഖം കഴിക്കാൻ
പിന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെ എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. അയ്യോ ഇതൊക്കെ കാണിക്കാൻ കൊള്ളാത്ത സാധനങ്ങളാണ് ഗൈസ്. അയ്യോ ഇതൊക്കെ കണ്ട ഗൈസ്, എൻ്റെ കുറേ ഐറ്റംസ് ഇരിപ്പുണ്ട്. സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്ക്, കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഗൈസ്. അതൊക്കെ ഇവിടെ നട്ടോട്ടിട്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ബാഗൊക്കെ ഇരിപ്പുണ്ട്, ചേച്ചിയുടെയാണ് ഗൈസ്. പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ അലമാരിക്ക. കാണിക്കത്തില്ല ഗൈസ്, കൊള്ളത്തില്ല ഗൈസ്. പകുതി കാണിക്കാം, മനസ്സിലായില്ലേ? ഉണ്ടാ അയ്യോ ഞാൻ മണ്ടവശം മാത്രം കാണിക്കാം. അവിടെ മാത്രം നല്ല വൃത്തിക്ക് ഇരിപ്പുണ്ട്. അത്രയ്ക്ക് വൃത്തിയൊന്നുമില്ല കേട്ടോ ഗൈസ്. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെയാണ്. പിന്നെന്താണ്, പിന്നെ കണ്ടോ നമ്മുടെ വീഡിയോ കട്ടാകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കണ്ടല്ലോ ഗൈസ്. ഇവിടെ അങ്ങനെ അലമാരിയൊക്കെ ഉണ്ട്, നമ്മുടെ ഒരു മിററുണ്ട്, അതിൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടില്ല ഗൈസ്, ഇതൊക്കെ ഞാൻ വീഡിയോ ഇടാം ഗൈസ്. പിന്നെ ഇവിടെ ബാഗ് കാര്യങ്ങൾ എനിക്ക് ഇവിടെ ഇരുന്നാണ് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കും ഗൈസ്. എന്നിട്ട് ഞാൻ മേക്കപ്പ് ഇടുന്നത് ഇങ്ങനെയാണ് ജസ്റ്റ് മേക്കപ്പ് ഇടുന്നത്. ഇങ്ങനെയൊക്കെയാണ് മേക്കപ്പ് ഇടുന്നത്. ഇത്രയും പറയുള്ളൂ. അല്ല ഇനി എൻ്റെ കമൻറ്റ് ഫുള്ളിനി നമുക്ക് നിങ്ങൾ പറയുന്നത് ഷോ കണ്ടില്ല. ഷോ കണ്ടാലേ അറിയാം പരട്ടക്കൊച്ചാണ്. വേണ്ട നമുക്ക് എണ്ണീറ്റ് പോവാം. ഒരു ഫണ്ണിന് പറഞ്ഞതാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്. അപ്പം നമ്മൾ ഇനി നമ്മുടെ എൻ്റെ ചേച്ചിയുടെ ബെഡാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ ബെഡ് മാത്രമേ വൃത്തിക്ക് കിടക്കുന്നത് എന്നാന്ന് നിങ്ങൾ വിചാരിക്കും. അത്രയ്ക്ക് വൃത്തിയാണ് ഗൈസ്. കണ്ടോ ഗൈസ്, എൻ്റെ ചേച്ചിയുടെ ബെഡാണ് ഗൈസ്. ഇതിപ്പം ഞാൻ വന്ന് ചുളിക്കുന്നതാണ് ഗൈസ്. നേരെ ഓക്കെ, ഇപ്പോൾ ഇതാണ് ചേച്ചി രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇതൊക്കെ വിരിച്ചിടും. ഇവിടെ പിന്നെ ഷെൽഫൊക്കെ കൊള്ളത്തില്ല ഗൈസ്, ഞാൻ കാണിക്കാം ഗൈസ്. കണ്ട ഗൈസ്, പെട്ടെന്നാണ് ഞാൻ കാണിച്ചത് ഗൈസ്. അപ്പോൾ താഴെ കണ്ട കൊള്ളത്തില്ല ഗൈസ്. താഴെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. സായിൻ്റെ ചേച്ചിയുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡാണ് ഗൈസ് ആയിരിക്കുന്നത്. പിന്നെ ഇവിടെ ജീപ്പുണ്ട്, പെട്ടിയുണ്ട്, ലാപ്ടോപ്പിൻ്റെ ബാഗുണ്ട് ഗൈസ്. ലാപ്ടോപ്പ് ഉണ്ട് ഗൈസ്, ഞാൻ ശരിക്കും ഉണ്ട് ഗൈസ്. അത് തുറന്ന് കാണിക്കണം ഗൈസ്. വേണ്ട ഗൈസ്, വേണം ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് വിശ്വാസമില്ല, കാണിച്ചല്ലേ പറ്റും. കണ്ടോ ഗൈസ്. അയ്യോ വിശ്വാസമില്ലല്ലേ. ഇവിടോട്ട് കയറക്കട്ടെ. ഇതിനകത്ത് ലാപ്ടോപ്പ് കാണുന്നില്ല ഗൈസ്, ഞാൻ കാണിക്കാം. ഗൈസ് ലാപ്ടോപ്പ് എൻ്റെ സാധനം. പിന്നെ കണ്ടോ ഗൈസ് ലാപ്ടോപ്പിൻ്റെ ലാപ്ടോപ്പ് നിങ്ങൾ അതെ അത് ഞാൻ കാണിക്കാം. അതെ കേട്ടോ, ഇനിയും തുറക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ്. അല്ല ഇനി ഞാൻ ചേച്ചി വരുമ്പോഴത്തേനും എൻ്റെ ദേഹത്ത് ഫുള്ള് പഴംപൊരി ആയിരിക്കും, അടി കിട്ടുന്നതാണ് ഉദ്ദേശിച്ചത്. അവിടെ പിന്നെ നമ്മുടെ ലൂഡോ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ലൂഡോയും സ്നേക്ക് ഗെയിമും ഒക്കെ ഇരിപ്പുണ്ട്. ഈ ലൂഡോ കേട്ടോ ഗൈസ്. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ. ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം. ഗൈസ് എൻ്റെ റൂം ഞാൻ പെട്ടെന്ന് കാണിക്കാം. നിങ്ങൾ എൻ്റെ കണ്ടില്ല ഗൈസ് എൻ്റെ റൂം. ഗൈസ് ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ റൂം. കണ്ടാലേറെ ഗൈസ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം ഗൈസ്. ഓക്കെ, സെറ്റല്ലേ ഗൈസ്? അപ്പോൾ ഇതൊക്കെ കാണിക്കാം ഗൈസ്. ഞാൻ ഡെസ്കിങ് കാണിക്കത്തില്ല ഗൈസ്. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. ഞാൻ താഴോട്ട് കാണിക്കത്തില്ല ഗൈസ്, താഴോട്ട് കാണിക്കത്തില്ല, നടക്കത്തില്ല ഗൈസ്, കാണിക്കത്തില്ല. അയ്യോ തെന്നി പോവാണ് ഗൈസ്. കണ്ട് ഗൈസ് ഇതൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. ഇതെൻ്റെ റൂമാണ് ജസ്റ്റ് ഈ ഒരു റൂമാണ് ഗൈസ്. ഞാൻ ബാക്കിയൊന്നും കാണിക്കത്തില്ല, ഡെസ്കേ കാണിക്കത്തില്ല.
ഞാനുണ്ടാക്കിയൊരു എൻ്റെ ക്ലാസ്സിലെ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് CD ആണ് ഗൈസ്. ഇതിനകത്ത് ഞാൻ വരച്ചുണ്ടാക്കിയത് കേട്ടോ ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം. ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഗ്യാങ് തന്നെയാണ് ഗൈസ് ഇവർ. ഞാനാണ് ഗൈസ് ആർദ്ര, കൃഷ്ണപ്രിയൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ദേവൂസ്, ഗംഗ, ലക്ഷ്മി, ലിവാന, ലെവീന, പിന്നെ എന്താണ് അദ്വൈത, പിന്നെ അർണവ്, അബിയ, പിന്നെ ആകാശ്, പിന്നെ ദീക്ഷിത്ത്, ഫഗത്. ഇവരൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ ഗൈസ്. ഓക്കെ, ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ റൂം. അതൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ നമുക്ക് ഇവിടോട്ട് വരുമ്പോൾ ഒരു ഷെൽഫുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഗൈസ് ഇവിടെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമുക്കൊരു ചെറിയൊരു പാത, ഇവിടെ നമുക്ക് നേരത്തെ പണ്ട് എൻ്റെ അച്ഛമ്മയുടെയും അമ്മൻ്റെയും ഒരു അടുക്കളയായിരുന്നു. അവിടെ ഇതാണ് വാഷ് ബേസിൻ്റെ പൈപ്പൊക്കെ ഞങ്ങൾ അടച്ചു ഗൈസ്. ഇവിടെ പെട്ടി, പേസ്റ്റ്, ക്ലോസപ്പിൻ്റെ പേസ്റ്റ്, ഇതൊക്കെ അമ്മയുടെ മേക്കപ്പ് ഐറ്റംസാണ് ഈ ഇരിക്കുന്നത്. അമ്മയുടെ മേക്കപ്പ് ഐറ്റംസാണ്. പിന്നെ ഇവിടെ ബേബി പൗഡറാണ് ഗൈസ് ഞങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നത്. അച്ഛനൊന്നും യൂസ് ചെയ്യത്തില്ല, ഞാനും എൻ്റെ അമ്മയും ചേച്ചി എല്ലാം ബേബി പൗഡറാണ് ഗൈസ്. എനിക്കതാണ് ഇഷ്ടം. എനിക്ക് അത്രയ്ക്കൊന്നും ബേബി പൗഡർ ഇഷ്ടമല്ല. ഇതൊക്കെ പിന്നെ എൻ്റെ ഓരോ ജേർണലിങ്, ഡയറീസ് കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഗൈസ്, എല്ലാം മറന്നു പോയി. ഓക്കെ, ഇതൊക്കെ എൻ്റെ ഒരു ഡിക്ഷണറി ലൈബ്രറി പോലത്തെ ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ കുറച്ച് തോനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റാൻഡാണ് ഗൈസ്. പിന്നെ ഇവിടെ വീണ്ടും ഒരു മിറർ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, കേട്ടോ, കണ്ടു ഗൈസ്. സോറി, സൂത്രം കാണിക്കാവേ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പം തന്നെ കാണാൻ പറ്റും, ഫുള്ള് പൊടിയാണ് ഗൈസ്. ഇവിടെ നിന്ന് ഞങ്ങളങ്ങനെ ആരും വരാറില്ല. ഇതൊക്കെ പിന്നെ ഇവിടെ അമ്മയുടെയൊക്കെ തട്ടായത്. അമ്മ ഇവിടെയൊക്കെ നല്ല വൃത്തിക്ക് വെക്കും. ഇത് എൻ്റെ തട്ടല്ല, ഇത് അമ്മയുടെ അച്ഛൻ്റെ അലമാരി ആയതുകൊണ്ട് അവർ നല്ല വൃത്തിക്ക് വെക്കും ഗൈസ്. ഇതും നല്ല വൃത്തിക്കാണ് ഗൈസ് കാണിക്കുന്നത്. ഇത് കണ്ടു ഗൈസ്, നല്ല വൃത്തിക്കാണ് ഗൈസ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ എൻ്റെ ഓരോ സ്കൂൾ ബാഗ്. ഇതായിരുന്നു ഗൈസ് എൻ്റെ 4 ബാഗാണ് ഗൈസ്. ഇത് അമ്മയുടെ പണ്ടത്തെ ബാഗാണ്. ഇതിനകത്തൊക്കെ എൻ്റെ സെക്ടർ, ഇതെൻ്റെ 6 ടിഫിൻ ബോക്സ്, 5 ടിഫിൻ ബോക്സ്, പിന്നെ ഇതൊക്കെ ഓരോ തുണികളൊക്കെ അമ്മ എടുത്ത് വെച്ച്. ഇവിടെയും കുറേ തുണികളുണ്ട് ഗൈസ്, നമ്മുടെ ഗൈസോടൊക്കെ. പിന്നെ ഇവിടെ കുറേ തുണികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പെട്ടിയുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒരു കൂളറാണ് ഗൈസ്. കൂളറയിലാണ് അമ്മ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. കൂളറ് ഇപ്പം എടുക്കാറില്ല, വർക്കാണ് കേട്ടോ, അതിങ്ങനെ മൂടിയിട്ടേക്കാം. പിന്നെ ഇവിടെ ഒരു മറ്റേ അപ്പച്ചന്മാരൊക്കെ കാലത്തുള്ള കസാരയില്ലേ, ചാരീസ്, അതാട്ടോ. അതിൻ്റെ മണ്ടൊക്കെ ഇതെല്ലാം ബുക്ക് വെച്ചാൽ അവിടെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ എൻ്റെ ഒരെണ്ണം കൊളുത്ത് പൊട്ടിയത് കൊണ്ട് അവിടെ നിന്ന് ഒന്നും കയറി വരാതിരിക്കാനാണ് ഇതൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് ഇത്. പിന്നെ ഇവിടെ കുറച്ച് ചെണ്ടയുണ്ട് ഗൈസ്. തെറ്റി പേടിക്കണ്ട ഗൈസ്, ഇത് അമ്മയുടെ മുടിയാണ് ഗൈസ്. ഇത് കണ്ട് ഞാൻ ഇപ്പോഴും പേടിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഐലൻഡർ, അമ്മയുടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എന്താ ഐലൻഡർ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ തന്നെ എനിക്ക് കൊല്ലും ക്ലോസപ്പ്. അവിടെ ക്ലോസപ്പ് കൊണ്ട് ഹാർട്ട് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ പണിയാണ്, പേടിക്കുന്നത്. ഇവിടെ നമ്മുടെ നിവ്യയുടെ ബോഡി മിൽക്ക് ഉണ്ട് ഗൈസ്. അത് ഞങ്ങൾ എപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കും നിവ്യയുടെ ബോഡി മിൽക്ക്. പിന്നെ അമ്മയ്ക്ക് ചൂടുവെള്ളം വെക്കാനായിട്ട് അത്. പിന്നെ ജസ്റ്റ് ഇവിടെ കുറച്ച് മലയക്കാണുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ബാഗുണ്ട്. അത് കഴിഞ്ഞിവിടെ പണ്ടൊക്കെയാണ്ട് കഴിച്ച് ലെസ്സിൻ്റെ കവറും പിന്നെ പണ്ടത്തെ പേപ്പറുകളും ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ കുറേ സോക്സ് എടുപ്പുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി NCCക്ക് പോകുന്നതാണ്. അപ്പോൾ NCCക്ക് പോകുമ്പോൾ ഇതൊക്കെ വേണ്ടിയതുകൊണ്ട് ഇട്ടേച്ച് അവിടെ ഇടും. പിന്നെ ഒരു ഞായറാഴ്ച ഒറ്റയടിക്ക് ഫുള്ള് കഴുകും. ഇതൊക്കെ എൻ്റെ ഓരോ പണ്ടത്തെ കലകളായിരുന്നു. അപ്പോൾ അതൊക്കെ നിന്ന് പോയി ഗൈസ്. ഒക്കെ ഇത് എൻ്റെ ഒരു ഞങ്ങളുടെ എല്ലാവരും ഒരു ബാത്റൂമാണ്, അത്രേ ഉള്ളൂ. ഇതിൻ്റെ കൊളുത്ത് പൊട്ടിപ്പോയി ഗൈസ്. പിന്നെ അന്ന് തന്നെ പൊട്ടിപ്പോയപ്പം പിന്നെ അന്ന് തന്നെ ഞാൻ പണിഞ്ഞതാണ് ഗൈസ്. ഇത് വെളിയിൽ നിന്നുള്ള കൊളുത്താണ് ഗൈസ്. അപ്പുറത്തെ കൊളുത്തുണ്ട് ഗൈസ്, ഞാൻ കാണിക്കാം. അപ്പുറത്തെ കൊളുത്തതേ ഇതാണ് മെയിൻ. എന്നാലും ഞാൻ ഇത് വെച്ചു ഗൈസ്. എൻ്റെ ഐഡിയ ആണ് ഗൈസ്, പേപ്പറിൽ കുത്ത്. ഇത് നമ്മുടെ സാധനമൊക്കെയാണ് ഞാൻ കാണിക്കുന്നില്ല ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ തിരിച്ചു വരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചു വരാം ഗൈസ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കാണിക്കാൻ പോകുന്നത്
ഇത് കണ്ടോ ഗൈസ്, ഹാങ്കറിൻ്റെ കടയാണ് ഗൈസ്, ഹാങ്കറിൻ്റെ കട. അത് കുറേ യൂണിഫോം നാളെ തന്നെ ഇടേണ്ടി വരും. എനിക്ക് തന്നെ ഇന്നത്തെ എന്നും ഒരേ യൂണിഫോമാണല്ലോ, അപ്പം എന്നും ഒരേ യൂണിഫോമാണ്. അപ്പം എന്നും ഒരേ യൂണിഫോം ആയതുകൊണ്ട് എനിക്ക് 2 യൂണിഫോം, അപ്പം കഴുകി ഇടേണ്ടതുകൊണ്ട് അപ്പം രണ്ടും ഒരു ദിവസം തന്നെ ഇട്ടാന്ന് തന്നെ കഴിക്കണം. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ 2 എണ്ണം കഴുകുണ്ട്. പിന്നെ ചേച്ചിക്കും കഴുകാനില്ല, ഇപ്പോൾ ചേച്ചി കോളേജിൽ 3rd ഇയർ കേട്ടോ. പിന്നെ അതൊക്കെ കൊണ്ടാണ് ഗൈസ്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ പാട്ട് കേൾക്കാനാണ് ഗൈസ് ഇഷ്ടം. എനിക്ക് കേൾക്കാൻ പാട്ട് ഇങ്ങനെ ഓരോ നല്ല DJ സ്ലോ മോഷൻ ഇങ്ങനത്തെ പാട്ട് കേൾക്കാനാണ്. അപ്പോൾ ഇതാണ് ഗൈസ് കിച്ചൺ. നമുക്കിനി വെളിയിലോട്ട് പോകാം ഗൈസ്. നമുക്കിനി വെളിയിൽ ഫ്രണ്ടിൽ കൂടി ഇറങ്ങിപ്പോകാം ഗൈസ്. ഓക്കെ, ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ് ഗൈസ്. ഞാൻ തന്നെ സെറ്റ് ചെയ്തൊരു ഏരിയ ആണ് ഗൈസ്. ഇങ്ങനെ ഇത് നമ്മുടെ ശ്രീഷ്ണേന്തിക്ക് നമ്മുടെ കഴുത്തേലിടാൻ കിട്ടിയതാണ്. ഇത് ഞാനിങ്ങനെ ഇതിലും മട്ടൻ ചുറ്റിയിടും. ഇങ്ങനെ പുലക്കണ്ട പൂക്കൾ ഇതൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. ഇവിടെ കുറച്ച് ഇവിടെയും പൂക്കൾ, പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഗൈസ്. നേരെ ഇങ്ങോട്ട് ഞാൻ കാണിക്കാം. നമ്മൾ ആ വിൻഡോയിൽ കൂടി കാണിച്ചില്ലേ ഗൈസ്, ഞാൻ അത് കാണിക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ കാറ് വരുന്നത്. നമ്മുടെ കാറ് ഇതാണ് ഗൈസ്, കണ്ടോ? കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ കാറ് ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മുടെ കാർ ഇതാണ് ഗൈസ്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെല്ലാം ഞങ്ങൾക്ക് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് കണ്ടില്ല ഗൈസ്. ഈ മരം ഞാൻ ഈ വിൻഡോയിൽ കൂടിയാണ് ഗൈസ് കാണിച്ചത്. ഇത് ഓർമ്മയുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെയാണ് ഗൈസ് നമ്മുടെ കാർ ഷെഡ്. പിന്നെ ഇത് നമ്മൾ കാണിച്ച മുറിയാണ്, കണ്ടോ? ഇതാ മുറി, പിന്നെ ഹാള്, പിന്നെ ഇവിടുന്ന് അടുക്കള വരെ കാണാം, കണ്ടോ? എല്ലാം അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഞാൻ മറ്റേ ഒരു നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു ചാർത്തിൽ ഒരു ഡോറാണ് കേട്ടോ ഇത് വെളിയിലോട്ട് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പടിയുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ പറമ്പാണ് ഗീസ്, ഇവിടം വരെയുള്ള മതിൽ. പിന്നെ ഇവിടെ ഇങ്ങനെയാണ് ഗീസ്. ഓക്കെ, അവിടെ നമ്മുടെ അലക്കല് ഞാൻ അങ്ങോട്ട് പോണില്ല ഗൈസ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇതുവഴി എന്തെങ്കിലും കയറുമെന്ന്, ഇവിടെ പൊട്ടിയതാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഇതൊരു വിൻഡോ ഞാൻ കാണിക്കാം. ഇവിടെ ആയിട്ട് അതുകൊണ്ട് ആ കൂളർ വയ്ക്കുന്ന ഭാഗത്താണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഹോം ടൂർ വീഡിയോ. അപ്പം ഇവിടെ വെച്ച് അവസാനിക്കുന്ന ഗൈസ്, സൈനിങ് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ അവസാനിക്കുന്ന ഗൈസ്. ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്. ചെരുപ്പ് വെക്കുന്നിടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ബൈ ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്.